ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് എൻസൈം റെഗുലേഷനും ആപ്ലിക്കേഷനുമാണ്. എത്ര ടൈപ്പ് ഓഫ് എൻസൈം റെഗുലേഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് എൻസൈം റെഗുലേഷൻ എന്നൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ബേസിക്കലി ഭയങ്കര ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷെ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ ഉറപ്പായിട്ടും റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക കേട്ടോ. സോ റെഫറൻസ് നോട്ടും കൂടെ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മൾ എൻസൈം എന്താണ്, എൻസൈമിൻ്റെ യൂസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചില സമയത്ത് നമുക്ക് എൻസൈംസ് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ഒക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. സോ ബേസിക്കലി എന്താണ് എൻസൈം റെപ്രഷൻ? സോ എൻസൈം റെപ്രഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി എൻസൈം റെപ്രഷൻ നടക്കുന്നത് എഫക്റ്റർ അസോസിയേഷൻ വഴിയിട്ടാണ്. ഒന്നും കൂടെ പറയാം, എൻസൈം റെപ്രഷൻ നടക്കുന്നത് എഫക്റ്റർ അസോസിയേഷൻ വഴിയിട്ടാണ്. ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്ററുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ആരുമായിട്ടാണ്? ഓപ്പറേറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കോൺഫിഗറേഷനിൽ ഓൾട്രേഷൻ നടക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കോൺഫിഗറേഷനിലേക്ക് ഓൾട്രേഷൻ നടക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പോളിമറൈസ് ബൈൻഡിങ് ഇൻഹിബിഷൻ ആണ്. സോ എങ്ങനെയാണ് പോളിമറൈസ് ബൈൻഡിങ് ഇൻഹിബിഷൻ നടക്കുന്നത്? ഈ ഓൾട്ടർ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഉണ്ടല്ലോ, ഈ ഓൾട്ടർ ആയ കോൺഫിഗറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പോളിമറൈസ് ബൈൻഡിങ് പ്രിവെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓൾട്ടേർഡ് കോൺഫിഗറേഷൻ റെഡ്യൂസ് ഓർ പ്രിവെന്റ് എഫിഷ്യന്റ് ബൈൻഡിങ് ഓഫ് പോളിമറൈസ്. അതായത് നമുക്ക് ഓൾറെഡി ഓൾട്ടർ ആയിരിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോളിമറൈസ് ബൈൻഡിങ് നടക്കില്ല. കാര്യം ഓൾട്ടേർഡ് ആയിരിക്കുമല്ലേ, അപ്പൊ അതുകൊണ്ട് നടക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ റെപ്രഷൻ എഫക്ട് എന്ന് പറയുക. എന്ത് പറയാം? റെപ്രഷൻ എഫക്ട് എന്ന് പറയുക. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ട്രിപ്പ് ഒപ്പാരൻ ഒക്കെയാണ് എക്സാമ്പിൾ പറയുക. സോ ട്രിപ്പ് ഒപ്പാരൻ എന്ന് പറയുന്നത് നമ്മുടെ ജീൻ എക്സ്പ്രഷനെയൊക്കെ സഹായിക്കുന്നതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ്, അവരാണ് ഈ ട്രാൻസ്ക്രൈബ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ എൻസൈംസിന് എൻകോഡിംഗ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ബാക്ടീരിയയിലെ ട്രിപ്റ്റോഫാൻ ആണ് കേട്ടോ. ഒരു അമിനോ ആസിഡ് ലൈക്ക് ട്രിപ്റ്റോഫാൻ ഇൻ ബാക്ടീരിയ ആണ് ബേസിക്കലി TRP ഒപ്പറോൺ എന്നൊക്കെ പറയുന്നത്. സോ ബേസിക്കലി എക്സാമ്പിൾ നോക്കി വെക്കുക. സോ ഇതൊരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ കൂടെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള വേസ്റ്റേജ് പ്രിവെന്റ് ചെയ്യാനും നമുക്കിത് ആവശ്യമാണ്. ഈ എൻസൈം റെപ്രഷൻ ആവശ്യമാണ്. കാര്യം നമുക്ക് എക്സസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുവാണ്, എൻസൈംസ് ഓൺ ആക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ കുറക്കാൻ പറ്റും? ബോഡിയിൽ നമുക്ക് അത്രയും എൻസൈമിന്റെ ആവശ്യമില്ല എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എൻസൈം റെപ്രഷൻ നടത്തുന്നു. അതിന്റെ കോൺഫിഗറേഷൻ ഓൾട്ടർ ചെയ്യുമ്പോൾ പോളിമറൈസ് ബൈൻഡിങ് ഇൻഹിബിഷൻ ഉണ്ടാവുകയും അങ്ങനെ റെപ്രഷൻ എഫക്ട് ഉണ്ടാവുകയും അങ്ങനെ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ് ഈ എൻസൈം റെപ്രഷൻ എന്ന് പറയുന്നത്. എളുപ്പമാണ്, നമ്മൾ അധികമായി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എൻസൈം ഇൻഡക്ഷൻ ആണ്. ഇൻഡക്റ്റിംഗ് എന്നൊക്കെ പറയാം അല്ലെ. സോ ഇൻഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധനം നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മളെ ബോഡി റിയാക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് തരത്തിൽ എൻസൈം ഇൻഡക്ഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡ്രഗ് റിയാക്ഷൻ അനാലിസിസ് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ടോക്സിറ്റി അസസ്മെന്റ്, ഒരു ബയോളജിക്കൽ ബോഡിയിലൊക്കെ എത്രത്തോളമാണ് ടോക്സിറ്റി ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻസൈം ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഹോർമോൺ പ്രൊഡക്ഷൻ, നമ്മളെ ബോഡിയിൽ എത്രത്തോളം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഓവർ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെയാണ് എൻസൈം ഇൻഡക്ഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന ഇൻഡക്ഷനും റെപ്രഷനും തമ്മിലുള്ള വ്യത്യാസമാണ് പറയാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ ഇവിടെ പഠിച്ചത് റെപ്രഷൻ നമ്മൾ പഠിച്ചു. സോ അതുകൊണ്ട് റെപ്രഷൻ പറഞ്ഞു പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. സോ റെപ്രഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒപ്പാരന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഒപ്പറൻ ടേൺ ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ഒപ്പറൻ ടേൺ ഓഫ് ആവുകയാണ് ചെയ്യുക. ഇൻഡക്ഷൻ ആണെങ്കിൽ ഓൺ ആവുകയാണ് ചെയ്യുക. സോ ഇവിടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യില്ല, ഫർദർ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പുറത്താണെങ്കിലോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇൻഡക്ഷൻ ഞാൻ പറഞ്ഞു കെയിം ഇൻ ആൻ ആക്ഷൻ, ഒരു ആക്ഷനിലേക്ക് വരുവാണ് ചെയ്യുന്നത് അല്ലെ. സോ അപ്പം അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ട് അവിടെ റിയാക്ഷൻസ് വീണ്ടും എൻസൈമാറ്റിക് റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ റിപ്രഷൻ അങ്ങനെയല്ല, സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുക. ഇനി എക്സസ് ആയിട്ട് മെറ്റബോളൈറ്റ്സ് കാണുമ്പോൾ ഇനി വേസ്റ്റേജ് ഉണ്ടാവണ്ട എന്ന് വെച്ചിട്ടാണ് ഇവിടെ റിപ്രഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മെറ്റബോളൈറ്റ്സിന് പുതിയ എൻസൈം ആവശ്യം ഉണ്ടാവുമ്പോഴാണ് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഓപ്പറേറ്റർ ഇൻ അനബോളിക് പാത്വേ, ഓപ്പറേറ്റേഴ്സ് അനബോളിക് പാത്വേയിലായിരിക്കും, എന്നാൽ ഇവിടെയാണെങ്കിലോ കാറ്റബോളിക് പാത്വേയിലായിരിക്കും. ഇനി കോ റിസപ്റ്റേഴ്സ് എനേബിൾ അപ്രോപ്രിയേറ്റേഴ്സ് ടു ജോയിൻ ഓപ്പറേറ്റർ ജീൻ. സോ ഈ കോ റെപ്രസേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. കോ റെപ്രസേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അപ്പോ റിസപ്റ്റേഴ്സിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? ജോയിൻ ആയി ഓപ്പറേറ്റർ ജീനിന്റെ കൂടെ തന്നെ ജോയിൻ ആകുന്നു എന്നുള്ളതാണ്.
സോ ഇൻഡക്ടേഴ്സ് ആണെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നു, അതായത് ഈ റെപ്രസേഴ്സുമായിട്ട് പ്രിവെന്റ് ചെയ്തുകൊണ്ട് എന്തെയ്യുന്നു ഓപ്പറേറ്റർ ജീനിന്റെ നിന്ന് ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് ആണ് രണ്ടിലും ഉള്ളത്. സോ ഇൻഡക്ഷൻ ആൻഡ് റെപ്രഷൻ. സോ ഇത് തന്നെ അങ്ങ് പഠിച്ചു പോവുക. ഇത് തന്നെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ എളുപ്പമായിരിക്കും. റെഫറൻസ് നോട്ട് വായിക്കുക. റെഫറൻസ് നോട്ടിൽ അത്ര അധികം ഒന്നും ഇല്ല, ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. സോ അധികം വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മിക്കവാറും 2 മാർക്കിനൊക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ് കാണുന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് അലോസ്റ്ററിക് റെഗുലേഷൻ ആണ്. ഓൾറെഡി അലോസ്റ്ററിക് റെഗുലേഷൻ എന്താണ് അലോസ്റ്ററിക് റീജിയൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ അതുകൊണ്ട് ഇത് ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അലോസ്റ്ററിക് റെഗുലേഷൻ എപ്പോഴും നമുക്ക് എൻസൈംസിനെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മെറ്റബോളിക് പ്രോസസ്സിലൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ അലോസ്റ്ററിക് ഇൻഹിബിഷൻ ആൻഡ് ആക്ടിവേഷൻ ആണ്. ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കുറയ്ക്കുവാണ് ചെയ്യുക. ആക്ടിവേഷൻ മീൻസ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. സോ ഓൾറെഡി ഇൻഹിബിഷൻ നമ്മൾ പഠിച്ച കാര്യമാണ്. നമുക്ക് ഓൾറെഡി എൻസൈം ഇരിപ്പുണ്ടാവും. എൻസൈമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്ന് എന്ത് ചെയ്യുന്നു, ഒരു സബ്സ്ട്രേറ്റിനെ പോലെ ഉള്ള ഒരു ഷേപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫർദർലി ഈ ഷേപ്പ് ഓൾട്ടർ ആവുകയും എൻസൈമിന്റെ ഷേപ്പ് ഓൾട്ടർ ആവുകയും അങ്ങനെ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യാതിരിക്കുന്നു. പ്രിവെന്റ് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് ആണ് കേട്ടോ. ഇത് അലോസ്ട്രിക് ഇൻഹിബിഷൻ. ഇനി അലോസ്ട്രിക് ആക്ടിവേഷൻ എങ്ങനെയായിരിക്കും, അതായത് നമ്മുടെ ഈ ആക്റ്റീവ് സൈറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്ത് പോയിരുന്നതിന് ശേഷം എൻസൈമിന്റെ ഷേപ്പ് മാറുകയും അങ്ങനെ ഹയർ അഫിനിറ്റി ടു ദി സബ്സ്ട്രേറ്റിന് ഹയർ അഫിനിറ്റി കൊടുക്കുകയാണ് ചെയ്യുക. ഇതാണ് അലോസ്ട്രിക് ആക്ടിവേഷൻ. രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഇൻഹിബിഷൻ ആണെങ്കിൽ പ്രിവെന്റിംഗ് സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങും ആക്ടിവേഷൻ ആണെങ്കിൽ ഹയർ അഫിനിറ്റി ടു സബ്സ്ട്രേറ്റ് ബൈൻഡിങ്. ഈ രണ്ട് വ്യത്യാസം മാത്രമേ ഈ ആക്ടിവേഷനിലും ഇൻഹിബിഷനിലും ഉള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും മറന്നു പോകരുത്, തിരിഞ്ഞു പോകരുത്. ഓൾറെഡി പഠിച്ച കാര്യമാണ് കേട്ടോ. സോ ഇമ്പാക്ട് എങ്ങനെയാണ്, രണ്ടിനും അതിൻ്റെതായ ആക്ടിവിറ്റി ഉണ്ടല്ലേ. ഷേപ്സിനായാലും ഫംഗ്ഷനാലിറ്റിയിലായാലും രണ്ടിനും അതിൻ്റെതായ ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഹിബിഷൻ ആയിക്കോട്ടെ ആക്ടിവേഷൻ ആയിക്കോട്ടെ അതിൻ്റെതായ ഉപയോഗമുണ്ട്. ഇത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത് കേട്ടോ. സോ ഇനി യുണീക് പ്രോപ്പർട്ടീസ് ഓഫ് അലോസ്ട്രിക് എൻസൈംസ് ആണ്. സോ ബേസിക്കലി അലോസ്ട്രിക് എൻസൈമിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, മൾട്ടിപ്പിൾ ആക്റ്റീവ് സൈറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. കാര്യം ഷേപ്പിലും സൈറ്റിലും ഒക്കെ മാറുന്നത് കൊണ്ട് മൾട്ടിപ്പിൾ ആക്റ്റീവ് സൈറ്റ്സ് ഉണ്ടായിരിക്കും. വൺ ഈസ് കോർഡിനേറ്റഡ് റെഗുലേഷൻസ് എല്ലാം കോർഡിനേറ്റഡ് ആയിരിക്കും അല്ലെ. അതെങ്ങനെയാണ്, വെൻ അലോസ്ട്രിക് ഇൻഹിബിറ്റർ ബൈൻഡ്, അതായത് അലോസ്ട്രിക് ഇൻഹിബിറ്റേഴ്സ് എപ്പോഴാണോ ബൈൻഡ് ചെയ്യുന്നത് എല്ലാ ആക്റ്റീവ് സൈറ്റ്സും ഓൾ ആക്റ്റീവ് സൈറ്റ് ഓൺ ദ പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ആർ അഫക്റ്റഡ് അല്ലെ. ഈ ഒരു അലോസ്ട്രിക് ഇൻഹിബിറ്റർ വന്ന് എവിടെയെങ്കിലും വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എല്ലാ പ്രോട്ടീൻ സബ് യൂണിറ്റിനെ അഫക്ട് ചെയ്യും. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ എൻസൈമിന്റെ എഫിഷ്യൻസി എല്ലാം കുറയുവാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോർഡിനേഷൻ റെഗുലേഷൻ ഉണ്ട് അല്ലെ, ഒരുമിച്ചാണ് നടക്കുക. എവിടെയെങ്കിലും ഒരു പോയിന്റ് വന്നാൽ തന്നെയും എല്ലാ കോർഡിനേഷനും ഒരുപോലെ വരുന്നു. ആൻഡ് കോപ്പറേറ്റീവ് ആണ്. ചില സമയത്ത് അത് തന്നെ ഈ സബ്സ്ട്രേറ്റ് തന്നെ അതിന്റെ അലോസ്ട്രിക് ആക്ടിവേറ്റർ ആകാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് മെറ്റബോളിക് റെഗുലേഷൻസ് ആണ്. നമ്മുടെ മെറ്റബോളിക് പ്രോസസ് ബോർഡ് നടക്കാൻ വേണ്ടിയിട്ട് റെഗുലേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഈ അലോസ്ട്രിക് എൻസൈംസ് ഒക്കെ ഒരുപാട് തരത്തിൽ ക്രൂഷ്യൽ റോളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് ആഡ് ഓൺ ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ ഇനി എന്താണ് ഐസോ എൻസൈം? സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, മിക്കവാറും 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഐസോ എൻസൈം ഓൾസോ കോൾഡ് as ഐസോംസ്. സോ ഐസോ എൻസൈംസിന് ഐസോസൈംസ് എന്നും പറയാറുണ്ട്. അത് ആർ ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് ഫ്രം ഓഫ് ദ സെയിം എൻസൈം ആക്ടിവിറ്റി. ഒരു എൻസൈം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയായിരിക്കും ഈ ഐസോ എൻസൈം കാണാനുള്ളത് കേട്ടോ. അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അതേപോലെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. സോ അത് മാത്രമല്ല, ദേ ആർ മൾട്ടിപ്പിൾ മോളിക്കുലർ ഫോം ഓഫ് എൻ എൻസൈം സിന്തസിസ് ഫ്രം വേരിയസ് ടിഷ്യൂ. ശ്രദ്ധിക്കണം, ദേ ആർ മൾട്ടിപ്പിൾ മോളിക്കുലർ ഫോംസ് ഓഫ് എൻ എൻസൈം. ഒരു എൻസൈംസിന്റെ മൾട്ടിപ്പിൾ മോളിക്കുലർ ഫോംസ് ആണ്. ആൻഡ് വിച്ച് ഈസ് സിന്തസൈസ് ഫ്രം വേരിയസ് ടിഷ്യൂ. ഒരുപാട് ടിഷ്യൂവിൽ നിന്ന് വന്ന മൾട്ടിപ്പിൾ മോളിക്യൂൾസ് ഓഫ് എൻസൈംസ് ആണ്. എന്താണ് മൾട്ടിപ്പിൾ മോളിക്യൂൾസ് ഓഫ് എൻസൈംസ് ആണ്. ഐസോ എൻസൈംസ് വേണമെങ്കിൽ ഡിഫറെന്റ് പാത്വേയിലൂടെ ഉണ്ടാകാം എന്നുള്ളതാണ്. അതായത് എങ്ങനെ ഉണ്ടാവുന്നു, ഏതൊക്കെയാണ് പാത്വേ എന്നാണ് പറയാൻ പോകുന്നത്. സച്ച് as ബീങ് പ്രൊഡക്റ്റ് ഓഫ് ഡിഫറെന്റ് ജീൻ, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ജീൻസിന്റെ പ്രൊഡക്റ്റ് ആകാം, ഡിഫറെന്റ് ജീൻസിന്റെ പ്രൊഡക്റ്റ് ആകാം. അതിനെയാണ് ട്രൂ ഐസോ എൻസൈം എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ജീൻസ് ആകാം, അതിനാണ് നമ്മൾ ട്രൂ ഐസോ എൻസൈം എന്ന് പറയാം. അല്ലെങ്കിൽ ഫ്രം ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് സബ് യൂണിറ്റ്, ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് സബ് യൂണിറ്റ്സ് കാരണങ്ങളോ ആകാം. ഒന്നെങ്കിൽ എന്താകാം, ഡിഫറെന്റ് ജീൻസ് ആകാം, അല്ലെങ്കിൽ ഡിഫറെന്റ് സബ് യൂണിറ്റ്സ് ആകാം എന്നുള്ളതാണ്. സോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഐസോ എൻസൈംസിനെ പറയുന്നത്. അപ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, ഐസോ എൻസൈം എന്ന് പറയുന്നത് സെയിം as എൻസൈം ആക്ടിവിറ്റി ആൻഡ് ഷേപ്പ് വാട്ട് എവർ ഇറ്റ് ഈസ് സെയിം തന്നെയാണ്. വേരിയസ് മോളിക്യൂൾസ്, മൾട്ടിപ്പിൾ മോളിക്യൂൾസ് മൾട്ടിപ്പിൾ ടിഷ്യൂ എന്നൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. ഐസോ എൻസൈംസ് ഡിഫറെന്റ്
വേയിലൂടെ ബേസിക്കലി ട്രൂ ഐസോ എൻസൈം ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് ഡിഫറെന്റ് ജീൻസ് ആകാം, അല്ലെങ്കിൽ റിസൾട്ട് ഫ്രം ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് സബ് യൂണിറ്റ് ആകാം എന്നുള്ളതാണ്. സോ ഇനി എങ്ങനെയാണ് ജീൻ പ്രൊഡക്ഷൻ? ഫസ്റ്റ് വൺ ഈസ് ജീൻ പ്രൊഡക്ഷൻ ആണ്. ഐസോ എൻസൈം മേ ബി പ്രൊഡക്റ്റ് ഓഫ് ഡിഫറെന്റ് ജീൻ നോൺ ആസ് എ ട്രൂ ഐസോ എൻസൈം. ഫസ്റ്റ് പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ജീൻ പ്രൊഡക്റ്റ് ആണ്. ഐസോ എൻസൈം എന്ന് പറയുന്നതാണ് പ്രൊഡക്റ്റ് ഓഫ് ഡിഫറെന്റ് ജീൻ ആണ്. ദാറ്റ്സ് കോൾഡ് ട്രൂ ഐസോ എൻസൈം. നെക്സ്റ്റ് വൺ ഈസ് ക്രോമസോമൽ ലൊക്കേഷൻ. ജീൻസ് ഓഫ് ഫോർ ഐസോ എൻസൈം മേ ബി ലൊക്കേറ്റ് ഓൺ ഡിഫറെന്റ് ക്രോമസോംസ്. ജീൻസ് ഓഫ് ഐസോ എൻസൈം, ഐസോ എൻസൈംസിന്റെ ജീൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ക്രോമസോംസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാത്വേ പറയുന്നത്. ഒന്നെങ്കിൽ ഡിഫറെന്റ് ജീൻ ആകാം, അല്ലെങ്കിൽ ഡിഫറെന്റ് കോമ്പിനേഷൻ സബ് യൂണിറ്റ് ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ക്രോമസോംസിലും കാണാം. പറയാൻ പോകുന്നത് സബ് യൂണിറ്റ് കോമ്പിനേഷൻ ആണ്. സോ സബ് യൂണിറ്റ് കോമ്പിനേഷൻ എങ്ങനെയാണ് നടക്കുന്നു എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. സോ ഐസോ എൻസൈം എന്ന് പറയുന്നത് ഹോമോ മൾട്ടി ടൈമേഴ്സ് ആകാം, അല്ലെങ്കിൽ ഹെട്രോ മൾട്ടി ടൈമേഴ്സ് ആകാം. സോ എന്താണ് ഹെട്രോ മൾട്ടി ടൈമേഴ്സ് ആൻഡ് ഹോമോ മൾട്ടി ടൈമേഴ്സ് എന്ന് പറഞ്ഞുതരാം. സോ അതായത് സബ് യൂണിറ്റ് ഓഫ് മൾട്ടിമെറിക് പ്രോട്ടീൻ എന്ന് പറയുന്നത് മേ ബി ഐഡന്റിക്കൽ ആകാം. ഐഡന്റിക്കൽ ആണെങ്കിൽ ഹോമോ മൾട്ടി ടൈമറിക് ഒന്നും, ആൻഡ് പ്രോട്ടീൻ ഓഫ് ഡിഫറെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഹെട്രോ മൾട്ടിമെറിക് പ്രോട്ടീൻ എന്നും പറയും. അതായത് ഒന്നും കൂടെ പറയാം, പ്രോട്ടീൻസ് ഓഫ് ഐഡന്റിക്കൽ പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഹോമോ മൾട്ടിമെറിക്കും, ആൻഡ് ഡിഫറെന്റ് ആണെങ്കിൽ ഹെട്രോ മൾട്ടിമെറിക് പ്രോട്ടീൻ എന്നും പറയും. അതുകൊണ്ടാണ് പറയുന്നത് ഐസോ എൻസൈംസ് മേ ബി രണ്ട് രീതിയിലാകാം, ഡിപ്പെൻഡിങ് അപ്പോൺ സബ് യൂണിറ്റ് കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് ഇത് ഉണ്ടാവുക. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഒന്നെങ്കിൽ എന്താകാം, ഐഡന്റിക്കൽ ആകാം, ഇല്ലെങ്കിൽ നോൺ ഐഡന്റിക്കൽ ആകാം, ഡിഫറെന്റ് പ്രോട്ടീൻ ആകാം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ ആ ഒരു പോയിന്റിൽ നിന്ന്. അത് മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ എളുപ്പമല്ലേ, പഠിച്ചില്ല ഐസോ എൻസൈം എന്താണെന്ന് പഠിച്ചു. സോ നെക്സ്റ്റ് വൺ ഈസ് എൻസൈം ആസ് തെറാപ്യൂട്ടിക് ഏജന്റ്, അതായത് സ്ട്രെപ്റ്റോകിനേസ്. സോ ഇനി എൻസൈംസ് എന്തിനൊക്കെ നമ്മൾ തെറാപ്യൂട്ടിക് ഏജന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സോ സ്ട്രെപ്റ്റോകോക്കസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ലൈക്ക് യൂസ്ഫുൾ ഫോർ ക്ലിയറിംഗ് ബ്ലഡ് ക്ലോട്ട് ബൈ ആക്ടിവേറ്റിംഗ് പ്ലാസ്മിനോജൻ ടു പ്ലാസ്മിൻ. സോ ബ്ലഡ് ക്ലോട്ട് നമ്മൾക്ക് ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ സ്ട്രെപ്റ്റോകിനേസ് ആണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ഈസ് അസ്പാർജിനേസ് ആണ്. സോ ലുക്കീമിയൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. സോ ഈ അസ്പാർജിനേറ്റ് ട്യൂമർ സെൽസിൻ്റെയൊക്കെ വയബിലിറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ക്ലിനിക്കൽ ലബോറട്ടറി യൂസിൽ ഒരുപാട് എൻസൈംസ് നമ്മൾ സബ്സ്ട്രേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ആക്യുറസി, സ്പെസിഫിസിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഇമ്മൊബിലൈസ്ഡ് എൻസൈം, സോ ബേസിക്കലി ഇൻഡസ്ട്രിയിലും മെഡിസിൻ ആപ്ലിക്കേഷനിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് രണ്ട് പോയിന്റ്സ് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പോൾ ഇത് വീണ്ടും നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് കോ എൻസൈം ആണ്. എന്താണ് കോ എൻസൈം? ഡെഫിനിഷൻ എന്താ, ഫംഗ്ഷൻ എന്താ? സോ കോ എൻസൈം എന്ന് വെച്ചാൽ നോൺ പ്രോട്ടീൻ ആണ്. മറന്നുപോയത് ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കോ എൻസൈംസ് ആർ നോൺ പ്രോട്ടീൻ, ഓർഗാനിക്, ലോ മോളിക്കുലർ വെയിറ്റ് ആൻഡ് ഡയലിസബിൾ സബ്സ്റ്റൻസ് അസോസിയേറ്റ് വിത്ത് എൻസൈം ഫംഗ്ഷൻ. സോ ബേസിക്കലി എൻസൈം ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്, അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ തന്നെയും നോൺ പ്രോട്ടീൻ ആണ് എന്നുള്ളതാണ്. ദേ ഫോം പാർട്ട് ഓഫ് ദി ഹോളോ എൻസൈം. സോ ഇതെന്താണ്? ഇത് ഹോളോ എൻസൈമിന്റെ ഒരു പാർട്ടാണ്. സോ വിച്ച് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻ പാർട്ട്, അതായത് ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. അതായത് ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. സോ അപ്പോ എൻസൈമും ഉണ്ട്, കോ എൻസൈമും ഉണ്ട് കേട്ടോ. അതിനെയാണ് നമ്മൾ ഹോളോ എൻസൈം. അതുകൊണ്ടാണ് ദേ ഫോം പാർട്ട് ഓഫ് എ ഹോളോ എൻസൈം എന്ന് പറയുന്നത്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആർ ടൈറ്റ്ലി ബൗണ്ട് കോ എൻസൈം. പ്രോസ്തെറ്റിക് മീൻസ് എക്സ്ട്രാ ഒരു അഡീഷണൽ അല്ലെ. സോ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ടൈറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. കോ എൻസൈമുമായിട്ട് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ബൈൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് വൈൽ ആക്ടിവേഴ്സ് ആർ ഇനോർഗാനിക് കോഫാക്ടർ, ആക്ടിവേറ്റേഴ്സ് ഇനോർഗാനിക് കോഫാക്ടേഴ്സ് ആണെങ്കിൽ എൻസൈമിന്റെ ആക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു. ഒന്നും കൂടെ പറയാം, ആക്ടിവേറ്റേഴ്സ് ഇനോർഗാനിക് കോഫാക്ടേഴ്സ് ആണെങ്കിൽ എൻസൈമിന്റെ ആക്ടിവിറ്റിനെ എൻഹാൻസ് ചെയ്യുന്നു. ആൻഡ് കോ എൻസൈംസ് ആർ എസെൻഷ്യൽ ഫോർ ഓൾ എഫക്റ്റീവ് എൻസൈം കാറ്റലിസ്റ്റ്. സോ ഈ കോ എൻസൈം എന്ന് പറയുന്നത് എൻസൈം കാറ്റലിസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമാണ്. ആൻഡ് വിത്തൗട്ട് ദം എൻസൈം മേ നോട്ട് ഫംഗ്ഷൻ അറ്റ് ഓൾ. അതുകൊണ്ട് ഇതില്ലാതെ, കോ എൻസൈം ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻസൈം വർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് കോ എൻസൈം, കൂടെയുള്ളത്, ഒരുമിച്ചുള്ളത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, കോ എൻസൈംസ് ഒരു നോൺ പ്രോട്ടീൻ ആണ്, ലോ മോളിക്കുലർ വെയിറ്റ് ആണ്, സോ ഡയാലിസിബിൾ ആണ്. സോ ബേസിക്കലി ഫംഗ്ഷണൽ ഈ ഒരു എൻസൈംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ ഫംഗ്ഷണൽ എൻസൈം ഈസ് റെഫർ ടു അസ് ആൻ ഹോളോ എൻസൈം. ഇതിനെ ഹോളോ എൻസൈം എന്ന് പറയാം. ഹോളോ എൻസൈം വെച്ചാൽ എന്താണ്, അതിനകത്ത് ഒരു അപ്പോ എൻസൈമും ഉണ്ട്, കോ എൻസൈമും ഉണ്ട് അല്ലെ. അപ്പോ എൻസൈം വെച്ചാൽ എന്താണ്, ഒരു പ്രോട്ടീൻ പോർഷനും ആൻഡ് നോൺ പ്രോട്ടീൻ പോർഷനാണ് നമ്മൾ കോ എൻസൈം എന്ന് പറയാം. സോ ഇവർ തമ്മിൽ ടൈറ്റ്ലി ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ.
സോ ബേസിക്കലി അത് നമുക്ക് അങ്ങനെ എളുപ്പം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡയാലിസിബിൾ അല്ല. അത് നമുക്ക് എളുപ്പം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നോൺ പ്രോട്ടീൻ മോയിറ്റീനെ നമുക്ക് അങ്ങനെ എടുത്തുനിന്ന് കളയാൻ പറ്റത്തില്ല. കാരണം അത്രയും ഇങ്ങനെ ടൈറ്റ്ലി അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. സോ ഈ ആക്ടിവേറ്റേഴ്സ് ലൈക്ക് ഇനോർഗാനിക് കോഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, കാൽഷ്യം, മെഗ്നീഷ്യം പോലുള്ള ആക്ടിവേറ്റേഴ്സുകൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഈ എൻസൈമിന്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. കോ എൻസൈം ഇല്ലാണ്ട് നമുക്ക് എന്തില്ല, നമ്മുടെ എൻസൈം ഇല്ല എന്നുള്ളതാണ് കേട്ടോ. സോ അതിന്റെ പിക്ചറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ വരയ്ക്കാൻ നിങ്ങൾ മാക്സിമം പഠിക്കുക, അതൊക്കെ വരച്ച് വെച്ച നല്ല ഉപയോഗമാണ്. സോ ഇതാണ് എന്ത്, അപ്പോ എൻസൈം. ഇതാണ് അപ്പോ എൻസൈം. ആൻഡ് ഇതിനകത്ത് ഇരിക്കുന്ന സാധനമാണ് കോ എൻസൈം. ഇത് കോ എൻസൈം. സോ പ്രോട്ടീൻ ആൻഡ് നോൺ പ്രോട്ടീൻ ആയി. ആൻഡ് ദിസ് ഈസ് കോൾഡ് എസ് കോ ഫാക്ടർ. ആൻഡ് ഇതാണ് കാറ്റലിസ്റ്റിക് സൈറ്റ് എന്ന് പറയാം. സോ ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് എന്ത്, ഹോളോ എൻസൈം. സോ ഇതാണ് ഹോളോ എൻസൈം. സോ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ആ പിക്ചർ അതുപോലെ പഠിക്കുവാണെങ്കിൽ വരച്ചൊക്കെ വെക്കുക. സോ ഈ ഒരു നോൺ പ്രോട്ടീനും ആൻഡ് ഈ പറഞ്ഞ എന്താണ് ഈ ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഹോളോ എൻസൈം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. രണ്ടാമത് ഇമ്പോർട്ടൻസ് ഓഫ് കോ എൻസൈംസ് ആണ്. NADH ആൻഡ് FADH നോക്കാം. എന്താണ് NADH? NADH എന്ന് പറയുന്നത് വൈറ്റമിൻ D3ന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. വൈറ്റമിൻ D3ന്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഫങ്ഷൻസ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ റിഡോക്സ് റിയാക്ഷൻ. സോ റിഡോക്സ് റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അറിയില്ല എന്താ റിഡോക്സ് റിയാക്ഷൻ? ഓക്സിഡേഷൻ റിഡക്ഷൻ ഒരുമിച്ച് നടക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയാ, റിഡോക്സ് റിയാക്ഷൻ അല്ലെ. അപ്പൊ റിഡോക്സ് റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാറ്റഗോളിക്കും അനബോളിക് റിയാക്ഷൻസിലും ഇൻവോൾവ് ചെയ്യാറുണ്ട്. എയ്ഡ്സ് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡക്ഷൻ. സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ അറിയാമല്ലോ അല്ലെ. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡക്ഷനിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ കോ എൻസൈം പറയുമ്പോൾ ഈ രണ്ട് കാര്യം കൂടെ നിങ്ങൾ എഴുതാൻ മറക്കരുത്. ആൻഡ് FADH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ്. അഡീഷണലി നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അല്ലെ, ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ്. സോ ഫംഗ്ഷൻ ആസ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ സെല്ലുലർ റെസ്പിറേഷൻ. സെല്ലുലർ റെസ്പിറേഷനിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഡൊണേറ്റ് ഇലക്ട്രോൺ ടു ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഫംഗ്ഷൻ. സോ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. വൈറ്റമിൻ H, വൈറ്റമിൻ K ആൻഡ് വൈറ്റമിൻ B3s ആണ് നമ്മൾ ടോട്ടലി ഇതിനകത്ത് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കോ എൻസൈംസിന്റെ അതിൽ പറയുന്നത്. സോ ബേസിക്കലി NADH ഉം FADH നോക്കി വെക്കുക. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. സോ FADHനകത്താണ് വൈറ്റമിൻ H, വൈറ്റമിൻ K ആൻഡ് വൈറ്റമിൻ B3ന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. സോ ഇത്രയും നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, നോക്കാതെ പോകരുത്. സോ വൈറ്റമിൻ കോ എൻസൈംസ് ആണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഫംഗ്ഷൻസും. വൈറ്റമിൻ H ബയോട്ടിൻ, സോ കാർബോക്സിൽ കാരിയർ ആണ്. വൈറ്റമിൻ B ബ്ലഡ് ക്ലോട്ടിങ് ആൻഡ് കാൽഷ്യം 2+ ബൈൻഡിങ് ആണ്. വൈറ്റമിൻ B3 പ്രിക്കോസർ ഓഫ് NADH, NADP+ ആൻഡ് NADPH ആണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. സോ എൻസൈം നോമൻക്ലച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഓൾറെഡി എൻസൈം നോമൻക്ലച്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻസൈമിനെ നെയിം ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോ കെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി IUBMB സിസ്റ്റം വഴിയിട്ടാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഫർദർലി നമ്മൾ പറയുന്നില്ല. സോ മെയിൻ ആയിട്ട് 3 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്സിഡോ റിഡക്ടേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോക്സിലേസ്, ലയേസ്, ഐസോമറേസ് ആൻഡ് ലിഗേസ് ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. സോ എൻസൈമിന് അസൈൻ ചെയ്യുന്ന അറിയാമല്ലോ, 4 ഡിജിറ്റ് EC നമ്പർ വെച്ചിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു 4 ഡിജിറ്റ് EC നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് അതിന്റെ ഫംഗ്ഷൻസിനെ സ്പെസിഫിസിറ്റിയും വെച്ചിട്ടാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. മറന്നുപോയത് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്സിഡോറിഡക്ടേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോക്സിലേസ്, ലയേസ്, ഐസോമറേസ് ആൻഡ് ലിഗേസ് ആണ്. അപ്പൊ നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, നമ്മൾ ഓൾറെഡി ഇത് ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ എൻസൈമിന്റെയും ഓരോ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡോ റിഡക്ടേസ്. ഓക്സിഡോ റിഡക്ടേസിന്റെ എക്സാമ്പിൾ പഠിക്കാൻ പോകുന്നത്. ഓക്സിഡൈസ് ഉണ്ട്, എന്താണുള്ളത്, ഓക്സിഡൈസ് ഉണ്ട്. ഡീഹൈഡ്രോജിനേസ് ഉണ്ട്, ഡീഹൈഡ്രോജിനേസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫറേസ് ആണ്. ട്രാൻസ്ഫറേസ് ആണ്, അതിന് എക്സാമ്പിൾ വരുന്നത് ട്രാൻസ്ഫറസീൻ ആൻഡ് കൈനേസ് ആണ് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോക്സിലേസ്. സോ എന്താണ്, ഹൈഡ്രോലൈസിസ് ആണ്, ഹൈഡ്രോലൈസിസ്. സോ എക്സാമ്പിൾ വരുന്നത് ന്യൂക്ലിയേസ് ആണ്. ആരാണ് വരുന്നത്, ന്യൂക്ലിയേസ് ആൻഡ് പ്രോട്ടയേസ്. ന്യൂക്ലിയേസ് ആൻഡ് പ്രോട്ടയേസ് ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലയേസ് ആണ്. അതിന് എക്സാമ്പിൾ വരുന്നത് aldolase. Okay, and next one is isomerase ആണ്.
ഐസോമറൈസിന് എക്സാമ്പിൾ ആണ് ഐസോമറൈസ് തന്നെയാണ് എക്സാമ്പിൾ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലിഗേസ് ആണ്, അതിന് എക്സാമ്പിൾ ആണ് DNA ലിഗേസ്. ആരാണ്? DNA ലിഗേസ്. സോ ഇത്രയുമാണ് എക്സാമ്പിൾ, നോക്കി വെക്കുക. സോ ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, അങ്ങനെ നമുക്ക് പരീക്ഷയ്ക്ക് എക്സാമ്പിൾസ് ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് എൻസൈം ഇൻഹിബിഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് എൻസൈം ഇൻഹിബിഷൻ പഠിച്ചതാണ്. അവിടെ തന്നെ കോമ്പറ്റേറ്റീവ്, നോൺ കോമ്പറ്റേറ്റീവ്, അൺകോമ്പറ്റേറ്റീവ് ഒക്കെ പഠിച്ചതാണ്. സോ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ തൈമിൻ ഫോസ്ഫോറേറ്റ് TPP ആണ്. സോ എന്താണ് TPP? സോ തൈമിൻ ഫോസ്ഫോറേറ്റ് TPP എന്ന് പറയുന്ന ഒരു കോ എൻസൈം ആണ്. നമ്മൾ വൈറ്റമിൻ B1 നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു കോ എൻസൈം ആണ്. മറന്നു പോകരുത്, വൈറ്റമിൻ B1 നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കോ എൻസൈം ആണ് തൈമിൻ ഫോസ്ഫോലേറ്റ് എന്ന് പറയുന്ന TPP. സോ ബേസിക്കലി നമ്മുടെ എൻസൈമാറ്റിക് റിയാക്ഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസിനൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് TPP എന്ന് പറഞ്ഞാൽ. TPP നമുക്ക് അത്യാവശ്യം തന്നെയാണ്, കാരണം അതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കോ ഫാക്ടർ തന്നെയാണ് നമ്മുടെ ലൈക്ക് എൻസൈമിലേക്ക് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജനേസിലൊക്കെ ഒരുപാട് കോ എൻസൈമായിട്ട് ഇരുന്നു കൊണ്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. സോ TPP എന്ന് പറയുന്ന നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിൽ പോലും എനർജി പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം തന്നെയാണ്, അല്ലെങ്കിൽ തൈമിൻ ഫോസ്ഫേറ്റ് ഒരു കോ എൻസൈം തന്നെയാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു ഇതും കൂടെ നോക്കി വെക്കുക. കാര്യം ഇത് പറയാൻ റീസൺ ചില വേണമെങ്കിൽ TPP മാത്രം എന്താണെന്ന് 2 മാർക്കിനൊക്കെ ചോദിക്കാം അല്ലേ, അപ്പോൾ ആ സമയം നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ്. സോ കോ എൻസൈം ചോദിക്കുമ്പോൾ എല്ലാം എഴുതിക്കോളാം, നമ്മൾ പഠിച്ച എല്ലാ സംഭവങ്ങളും അങ്ങ് വാരി എഴുതിക്കോളാം. മിക്കവാറും 5 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ്, അധികം കൂടുതൽ വരില്ല തോന്നുന്നു. സോ നെക്സ്റ്റ് ആണ്. താങ്ക് യു.